അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഹോളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. Healings is happening over there. ഇപ്പോൾ പൂനെയിൽ നിന്ന് you are from Maharashtra, right? From Pune. നിങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വൈഫിന്റെ സൗഖ്യത്തിന് വേണ്ടി പൂനെയിൽ നിന്ന് വരികയായിരുന്നോ? ഇവരെന്നെ കാണാൻ ഈ ഓഫീസിലേക്ക് ഓടി കയറി വന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഈ ആലയത്തിൽ ഇറങ്ങുന്നൊരു മഹത്വമുണ്ട്. ആ മഹത്വത്തിൽ സൗഖ്യമുണ്ട്. ഓക്കെ, ഒന്ന് എഴുന്നേപ്പിച്ച സഹോദരി. ഈ മോനെന്ന് മാറിയേ, ഈ കുഞ്ഞു മകൻ, അവരെ രണ്ടുപേരും അവതേ പോകുന്നു. അവരുടെ കാലുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നീര് വെച്ച് 2 കിഡ്നിയും പ്രശ്നത്തിലായി, യൂട്രസിൽ ട്യൂമറായി. വൈദ്യശാസ്ത്രത്തിന് അസാധ്യം, യേശുവിന് സാധ്യം. I'm seeing in my spirit some demons. നിന്റെ ഉദരത്തിൽ നിന്ന് ചിലത് നിന്നെ വിട്ടുപോകും. രണ്ടുപേരും ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. സഹോദരിക്ക് കൈപ്പൊക്കാൻ മേലെങ്കിൽ കൈപ്പൊക്കണ്ട, പക്ഷെ രണ്ടുപേരെയും പരിശുദ്ധാത്മ തൊടാൻ പോവുകയാണ്. കർത്താവേ, ഈ സമയം your mighty power will touch that family now. In the name of Jesus. പിടിച്ചോ. Jesus. Thank you, Jesus. Please be seated in the presence of the Lord. Thank you, Holy Spirit. Glory, glory, fire. Glory, glory, power. In the name of Jesus, I decree and declare the miracle in this sanctuary today morning. There's a demonic power. Don't touch. That will leave. In the name of Jesus. Okay. Thank you. Oh, presence is amazing, huh? ദൈവ സാന്നിധ്യം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നേ. പിന്നെ ഇവർ പോകാതെ സ്റ്റേജിൽ നിൽക്കുമോ വർഷിപ്പ് ചെയ്യാൻ? ഇവിടെ കുറെ ആൾക്കാരും മതി കൊതിയാകാതെ ഇരിക്കുന്നേ ഉള്ളൂ. അവരോട് നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. പ്രസൻസ് ഈസ് ദേർ. റകൂസ ഖേലി ബൗഷഹസ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെയും ബഹുമാനത്തെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് ആദ്യമായി വന്നവർ ഒന്ന് കൈ ഉയർത്താമോ? താങ്ക്സ് ഫോർ കമ്മിങ്. നിങ്ങൾ കടന്നു വന്നതിനോടുള്ള നന്ദിയും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പാസ്റ്റർ ജിജി മോഹൻ, പാസ്റ്റർ വിനോദ്, മറ്റ് പാസ്റ്റേഴ്സ്, വർഷിപ്പ് ടീം, ഇന്ന് ആദ്യമായി വന്നവർ, പഴയ വിശ്വാസികൾ, പുതിയ വിശ്വാസികൾ, you all are blessed. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഏറ്റവും പുറകിലിരിക്കുന്നവർ, ഏറ്റവും ബാക്ക് സൈഡിലിരിക്കുന്നവർ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. ഈ ചിലരൊക്കെ ആദ്യമായിട്ട് ഇന്ന് മീറ്റിങ്ങിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനയിൽ
വന്നവരുണ്ട്. എൻ്റെ ശാന്തമായ പ്രസംഗം കേട്ടാണ്, വളരെ ക്വയറ്റായിട്ടുള്ള, വളരെ ശാന്തമായിട്ടുള്ള ഷോർട്ട് മെസ്സേജും സാവധാനത്തിൽ ഞാൻ പറയുന്ന ചില മെസ്സേജൊക്കെ കേട്ടാണ് അവർ ഇന്ന് ഈ ചർച്ചയിൽ വന്നത്. പക്ഷേ മൈക്കെടുത്ത് ഞാൻ കയറിയപ്പോൾ അവരിൽ പലരും ഇന്ന് പേടിച്ചു പോയിട്ടുണ്ട്. ഈ ശുശ്രൂഷയിൽ കയറിയാൽ, അഭിഷേകത്തിൽ കയറിയാൽ പിന്നെ ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങളുടെ ബുദ്ധിയല്ല, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നുമല്ല. പിന്നെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ഈ ടെന്റിനകത്തുണ്ട്. കർത്താവിന്റെ ദൂതന്മാർ ഇവിടെ ഉണ്ട്. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും നമ്മുടെ ചർച്ചിന്റെ പണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോടെ അറിയിക്കട്ടെ, ഒരു വലിയ ആവശ്യത്തിന്റെ, വലിയൊരു നീഡിന്റെ നടുവിലാണ് ഇപ്പോൾ ചർച്ച നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്തേലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതിനുള്ള സാഹചര്യം ഇപ്പം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യണം. സാഹചര്യം ഇല്ല ബ്രദറെ പാസ്റ്റർ എന്നാ പറയുന്നെങ്കിൽ അതിനുള്ള എല്ലാ വഴികളും കർത്താവ് നിങ്ങൾക്ക് തുറന്ന് തരട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് അൺഎക്സ്പെക്റ്റഡ് വേയിലൂടെ, നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, താഴ്വര വെള്ളം കൊണ്ട് ഞാൻ നിറയ്ക്കും. In the name of Jesus, I decree and declare the kingdom finance. The kingdom finance. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് സമ്പത്തുണ്ടാകട്ടെ. നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് ദൈവം തരട്ടെ. നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളത് ദൈവം തരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും വേണ്ടത് ദൈവം തരട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ വാതിലുകളും യാവേ ജൈറ, യാവേ ജൈറ, യാവേ ജൈറ, യാവേ ജൈറ. യഹോവ കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. അടുത്തിരിക്കുന്ന ആളോട് ഒരു കാര്യം പറയാമോ? ഉറപ്പായിട്ടും പറയോ? കൊടുക്കാൻ ആഗ്രഹിച്ചാൽ മതി, ദൈവം തരും. പറഞ്ഞേ, എന്ത് ചെയ്താൽ മതി? കൊടുക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്കുന്നവന്റെ കൈ കുറഞ്ഞു പോകത്തില്ല. ഇത് എന്റെ വാക്കല്ല, യേശു പറഞ്ഞതാണ്. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ ഞാൻ തരും. അമർത്തി കുലുക്കി കവിയും. ഗോതമ്പ് പൊടി ബോട്ടിലിട്ട് വെച്ച അമ്മമാരെന്ന കൈപൊക്കി. ഇവിടെ ആയിരിക്കും കൂടുതൽ. ഗോതമ്പ് പൊടി ബോട്ടിലിട്ടവരെന്ന് കൈ ഉയർത്തിപ്പിടിച്ചു. എന്തേലും പൊടി, അറ്റ്ലീസ്റ്റ് മുളക് പൊടിയെങ്കിലും കുപ്പിയിലിട്ട് വെച്ചവരെന്ന് കൈ ഉയർത്തിപ്പിടിച്ചു. ഈ 4 കിലോ ഗോതമ്പ് പൊടിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ പൊടി നിങ്ങൾ വാങ്ങിച്ചിട്ട് ഈ കുപ്പിക്കകത്തിട്ട് വെക്കുമ്പോൾ, ഈ കുപ്പി ഇങ്ങനെ നിറയാറാകുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കുലുക്കുണ്ട്. എന്തിനാണെന്നറിയാവോ ആ കുലുക്കുന്നേ? ഇനിയും അപ്പുറത്തെ സാധനം ഇരിപ്പുണ്ട്. കാരണം ഇതങ്ങോട്ട് നിറച്ചിട്ടും തീരുന്നില്ല. ഇത് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഇതിനില്ല. അതുകൊണ്ട് കുലുക്കുക. കർത്താവ് പറഞ്ഞു, കൊടുപ്പീൻ എന്നാൽ നിനക്ക് കിട്ടും. എങ്ങനെ കിട്ടും? അമർത്തി കുലുക്കി, അമർത്തി കുലുക്കി കവിയുന്ന, അമർത്തി കുലുക്കി കവിയും. The name of Jesus. Money will come. Finance will come. My God is going to bless your life. Amen. ഒരു കാര്യം ഇവിടെ ഒന്ന് പറയാമോ? എൻ്റെ ഒരു റിക്വസ്റ്റാ. ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത. ഇതുകൂടെ ഒന്ന് പറയാമോ? നിനക്ക് വേണ്ടാത്തതൊന്നും നിന്റെ അടുത്ത് വരികയില്ല. ഒന്ന് പറഞ്ഞു. നീ ബഹുമാനിക്കാത്തതും നീ സ്നേഹിക്കാത്തതുമായ ഒരു കാര്യവും നിന്നെ തേടി വരത്തില്ല. ആമേൻ. ഇന്നൊത്തിരി പേര് ഇതിൽ സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇന്ന് പോകാൻ നേരമില്ലല്ലോ. വീണ്ടും ഒരിക്കൽ കൂടെ ചർച്ചിൻ്റെ പണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും, സഹായിക്കാൻ കഴിയുന്നവരൊക്കെ, നല്ലൊരു സാഹചര്യമുള്ളവരൊക്കെ നിങ്ങളെ കഴിയുന്നത് പോലെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി, സഭാ ഹാളിൻ്റെ പണിക്ക് വേണ്ടി നിങ്ങൾ ചർച്ചിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ സ്ക്രീനിലൊരു നമ്പർ കാണാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. ആരെങ്കിലും ചർച്ച് പണിക്ക് വേണ്ടി പണം അടച്ചിട്ട് നിങ്ങളെ
ചർച്ചിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും കോണ്ടാക്റ്റ് ചെയ്തില്ലെങ്കിൽ 100% ഞാൻ ചിലതൊക്കെ 99% പറയുള്ളൂ. ഇതിൽ 100% നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും നിങ്ങൾക്ക് റെസിപ്റ്റ് അയച്ച് തരികയും ചെയ്യും. പക്ഷേ ആരെങ്കിലും അങ്ങനെ കോണ്ടാക്ട് ചെയ്തില്ല, നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് തോമസ് സാറിനെയോ സാമച്ചാനെയോ അഡ്മിനിസ്ട്രേഷനിലുള്ള ആരെങ്കിലും വിളിച്ച് പാസ്റ്റർ പ്രതാപിനെയോ നിങ്ങൾ തിരക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. എന്നോട് പറഞ്ഞിട്ട് ഒരു കഥയില്ല, എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. രാവിലെ ഞാനും സ്വതന്ത്രകാഴ്ച കൊടുത്തിട്ടാണ് നിങ്ങളുടെ കൂട്ടുപിടിയിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കുന്നു. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ഞങ്ങൾ ചെയ്യും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. എന്നാൽ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും എങ്ങനെ പോകുന്നു, ഹൗ ഈസ് ഗോയിങ് എവറിത്തിങ് എന്ന് തിരക്കുകയൊക്കെ ചെയ്യേണ്ടത് എൻ്റെ ജോലിയാണ്. ആ ഒരു ഉത്തരവാദിത്വം കൊണ്ട് ഞാൻ നിങ്ങളെ ഇത് അറിയിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു ആമീൻ പറയാം. ഓക്കെ, പാസ്റ്റർ ടി ജി എന്നെ ഏൽപ്പിച്ച ഒരു പ്രധാന കാര്യം ഞാൻ മറന്നുപോകാതെ പറയട്ടെ. ശുശ്രൂഷയിൽ, വചന ശുശ്രൂഷയിൽ കയറിയ പിന്നെ ഓർക്കത്തില്ല. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന സഹോദരന്മാർ, ഈ ഓൺലൈനിൽ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളെ കാണുന്നവരുണ്ട്, വിവിധ സ്റ്റേറ്റുകളിൽ ഞങ്ങളെ കാണുന്നവരുണ്ട്. അതിൽ കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ട്രെയിനിങ്, മിനിസ്ട്രി ട്രെയിനിങ് അവർക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ മീഡിയയെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർ ആ നമ്പർ ഇപ്പോൾ ഈ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യും. ഈ നമ്പർ ആവശ്യമുള്ളവരൊന്ന് എഴുതിയെടുക്കാം. എല്ലാവരും അല്ല, പ്രാർത്ഥനാ വിഷയം അയക്കാൻ വേണ്ടിയല്ല, ഇത് പ്രാർത്ഥനാ വിഷയത്തിൻ്റെ നമ്പരല്ല. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു പ്രൊഫറ്റിക് ഗ്രേസിൽ, അപ്പോസ്റ്റോളിക് ഗ്രേസിലൊക്കെ എനിക്ക് കർത്താവിനെ ഉയർത്താൻ, ദൈവവചനം പ്രസംഗിക്കാൻ, സുവിശേഷ വേലയിൽ വ്യാപൃതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മുമ്പിൽ ശുശ്രൂഷയ്ക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല, ഒരു വാതിലില്ല, ഒരു വഴിയില്ല. എന്നെയും കൂടെ ആ ശുശ്രൂഷയിലൊന്ന് കൈപിടിച്ച് കയറ്റണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ, സഹോദരങ്ങൾ, ഈ നമ്പർ എഴുതുക. ഈ +91 എന്ന് എഴുതിയിരിക്കുന്നത് ഇന്ത്യയിലെ കോഡാണ്, ബാക്കിയാണ് നമ്പർ. ആ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഫോൺ ഡീൽ ചെയ്യുന്നത് പാസ്റ്റർ ടി ജി ആയിരിക്കും. അദ്ദേഹം അറേഞ്ച് ചെയ്യുന്ന പ്രത്യേക സൂം മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കും, അതിനകത്തൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ചില ദിവസങ്ങളിൽ ഞാനും അതിൽ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനകത്ത് നമ്മൾ എവിടെയാണ് കൂടി വരുന്നതെന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയിക്കും. ഇത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി ജി എന്നെ അറിയിച്ച അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു ഗൈഡൻസ് ആണ്. രണ്ടാമതായി, കഴിഞ്ഞ ദിവസത്തിൽ ഇവിടെ അനൗൺസ് ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിലും ഈ സഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചവരുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന്, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും. എനിക്കൊന്ന് ജി പാസ്റ്റേ, എവിടെ നിന്നൊക്കെ ആയിരുന്നു ആൾക്കാർ കോൺടാക്ട് ചെയ്ത്? ഒത്തിരി സ്ഥലങ്ങളിലെ, മൈസൂർ, പല സ്ഥലങ്ങളിൽ നിന്നും, കാസർഗോഡ്, കണ്ണൂർ, വയനാട്. അപ്പോൾ ഒന്ന്, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു നിയോഗമാണ് ചർച്ച് പ്ലാന്റിംഗ് എന്ന് പറയുന്നത്. 2, അതിനകത്ത് കാര്യഗൗരവമായ ഒരു അന്വേഷണമുണ്ട്. അന്വേഷണം എന്ന് പറയുന്നത് മറ്റ് ഒരു സഭയുടെ ഭാഗമായി നിൽക്കുകയോ മറ്റൊരു കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവിടെ അടിയും വഴക്കം ഉണ്ടാക്കി ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഒന്ന് കടിച്ച പട്ടി പിന്നെയും കടിക്കും. ആരും മിണ്ടുന്നില്ലല്ലോ, മനസ്സിലായില്ലല്ലോ. വയ്യ കടി വളരെ ജെന്യൂനായി, ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തൊരു ജെന്യൂനിറ്റി ഉണ്ടാകണം. വളരെ ജെന്യൂനായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുകയും ഞങ്ങളുടെ ദേശത്തൊരു പ്രവർത്തനം ഉണ്ടാകണം. ഞങ്ങൾ വർഷങ്ങളായിട്ട് എൽഷദായുടെ ഓൺലൈൻ സർവീസാണ് കാണുന്നത്. ടിനു പാസ്റ്ററേയും ചർച്ചിനെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഈ മിനിസ്ട്രിയോട് ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടവും താല്പര്യമുണ്ട്. അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. വി ഇൻവൈറ്റ് യു, വി വെൽക്കം യു, മേ ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ദയവായിട്ട് ഇതിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം. നമ്മുടെ ചർച്ചിലുള്ളവർക്ക് ഇത് എഴുതിയെടുക്കാം, ഇത് നോട്ട് ചെയ്യാന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ചേർന്നരാമീൻ പറഞ്ഞേ. ഞാൻ നിങ്ങളെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മെസ്സേജ് പറയുന്നതിന് മുമ്പ്, ഇന്ന് വൈകിട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ നമ്മുടെ അഡിലേഡ് ചർച്ചിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ ട്രിവാൻഡ്രത്തു നിന്നല്ല, കൊച്ചിയിൽ നിന്നാണ് പോകേണ്ടി. ലോർഡ്സ് ടേബിൾ കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ എനിക്ക് പോയേ പറ്റൂ. വൈകിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ്. ഓസ്ട്രേലിയയിൽ അഡിലേഡിലെ മീറ്റിങ്ങിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ഓസ്ട്രേലിയയിലെ 3 ചർച്ചസ് ഉണ്ട്, സിഡ്നി, മെൽബൺ, അഡിലേഡ്. എല്ലാ ചർച്ചിനും വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ ഈ മീറ്റിങ്ങിന് എസ്പെഷ്യലി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ഞാൻ അവിടെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് മുഴങ്കാലിൽ കാണും, എവിടെയെങ്കിലും ഒക്കെ. താങ്ക് യു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. താങ്ക് യു ബ്രദറെ, മേ ഗോഡ് ബ്ലെസ് യു, ലവ് യു സോ മച്ച്. നിങ്ങളില്ലെങ്കിൽ ഈ മിനിസ്ട്രി ഇല്ല, നിങ്ങളില്ലെങ്കിൽ ഈ ചർച്ചില്ല. എനിക്ക് നല്ലതായിട്ട് അറിയാം കേട്ടോ. ഞാൻ ഈ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ
കർത്താവ് എന്നെ ഉപയോഗിക്കുമ്പം ആരൊക്കെയോ എൻ്റെ പുറകിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എൻ്റെ മിനിസ്ട്രിയിൽ എനിക്ക് ഫീൽ ചെയ്യും. അവരിൽ ചിലരെയൊക്കെ ഞാൻ സ്വപ്നത്തിലും കാണും. നിങ്ങളിൽ ചിലരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാൻ ഡ്രീം കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ നിങ്ങളുടെ അരികിൽ വരുന്നതോ എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? കണ്ടോ, ഇത് നോക്കിയേ, ഈ കൈ ഒന്ന് നോക്കിയേ, നന്നായിട്ട് ഉയർത്തി പിടിച്ചേ, രണ്ട് കൈയും. എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളവർ ഞാനങ്ങനെ പ്രാർത്ഥിക്കാറ്, കർത്താവേ ഇന്ന് രാത്രിയിൽ ആ കുടുംബത്തെ നീ വിസിറ്റ് ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഡ്രീമിൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറ്റ്സ് അമേസിംഗ്. ഇറ്റ്സ് എ സ്പിരിറ്റ് റിലം. ഇതൊരു സ്പിരിറ്റ് റിലമാണ്. ഞാൻ ഇന്നലെയും എൻ്റെ കേരളത്തിലെ സഭയിലെ ശുശ്രൂഷകരോട് ഞാനിത് പറഞ്ഞു, ഇറ്റ്സ് എ സ്പിരിറ്റ് റിലം. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞതാ, പാസ്റ്റേ വീട്ടുവാടക അടയ്ക്കാൻ പൈസ ഇല്ലാതെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ ബൈക്കിൻ്റെ ഈ ലോണ് 2,500 രൂപ അടവുള്ളൂ. 2,500 രൂപ അടവുള്ളൂ. ബൈക്കിൻ്റെ ലോൺ അടയ്ക്കാൻ ഏതോ ഒരു വല്ലാത്തൊരു ബാങ്കിൽ നിന്ന് എടുത്ത് അമ്മ വീട്ടിൽ കയറാൻ തുടങ്ങി. 2-3 ആഴ്ചയായിട്ട് ലോൺ അടച്ചിട്ടില്ല. വീട്ടുവാടക 6 മാസമായിട്ട് കൊടുത്തിട്ടില്ല. ബൈക്കും പോവും, വീടും പോവും, എല്ലാം പോകുന്നൊരു സാഹചര്യത്തിൽ ആ സഹോദരിയുടെ ഡ്രീമിൽ ഞാൻ ചെന്ന് കണ്ടിട്ട് അവർക്കൊരു 25,000 രൂപ കൊടുത്തു. ഡ്രീമിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ പൈസ കൈയിരിക്കട്ടെ എന്ന് പറഞ്ഞു. പാസ്റ്റർ തന്നു. ഇവർ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചിന്തിക്കുക, കർത്താവ് ഞാൻ എന്താ അങ്ങനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു അകന്ന ബന്ധു ഗൾഫിൽ നിന്ന് 1 മാസം മുമ്പ് വന്ന ആളാ പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് കൃത്യം 25,000 രൂപ അവർക്ക് കൊടുത്തിട്ട്. ഒരു അഭിഷിക്തനെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ദൈവദാസനെ നിങ്ങൾ ഡ്രീമിൽ കാണുന്നുണ്ടെങ്കിൽ അതൊരു വിസിറ്റേഷൻ ആണ്. ദാറ്റ് ഇസ് എ വിസിറ്റേഷൻ. പാസ്റ്റർ രാജേഷ് ഏലപ്പാറയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടു കഴിഞ്ഞ ആഴ്ച അല്ലേ? അദ്ദേഹത്തിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഡെലിവറി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എന്നെ ഫോൺ ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിച്ചു. ഫോണിൽ കിട്ടിയില്ല. ഞാൻ ജമ്മു കാശ്മീരിലായിരുന്നു, അവിടെ റേഞ്ചും ഇല്ലായിരുന്നു. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, ഞാൻ മീറ്റിംഗ് സമയത്തായിരുന്നു. പക്ഷേ അന്ന് രാത്രി അവർ വളരെ ആഗ്രഹിച്ചു ഒന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ. പക്ഷെ ആ രാത്രിയിൽ പാസ്റ്റർ രാജേഷ് ഏലപ്പാറയുടെ വൈഫ് ഒരു ഡ്രീം കണ്ടു. അവരുടെ സ്വപ്നത്തിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഡോക്ടർമാർ കോംപ്ലിക്കേഷനാണ്, കുഞ്ഞിന് പ്രശ്നം ഉണ്ടാകും, സർജറി നടത്തണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞെടുത്ത് അടുത്ത ചെക്കപ്പിൽ, അടുത്ത ടെസ്റ്റിൽ നോർമൽ ഡെലിവറി ഉണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ. അപ്പം അതിനകത്തൂടൊക്കെ ദൈവത്തിൻ്റെ യാക്കോബിനെ ദൈവം എങ്ങനെ സന്ദർശിച്ചേ? പുതിയ നിയമത്തിലെ ജോസഫ് ഭാര്യയായ മറിയത്തെ ഡിവോഴ്സ് ചെയ്യാതിരുന്ന എന്തുകൊണ്ടാണ്? അവർക്കെല്ലാം ഉണ്ടായത് ഡ്രീംസ് ആണ്. ദാനിയേലിന് ഡ്രീംസ് ഉണ്ടായി, ജോസഫിന് ഡ്രീംസ് ഉണ്ട്. ഡ്രീം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ദിവസം ഞാനത് പഠിപ്പിക്കാം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ ചർച്ച് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് ഓടിക്കും എന്ന് ചിന്തിച്ച ഒരു സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മുടെ ചർച്ചിലെ സണ്ണി പാസ്റ്റർ, തിരുവല്ല ചർച്ചിലെ ശുശ്രൂഷകൻ, ഒരു ടൈത്തിൻ്റെ കവറിനകത്ത് പൈസ ഇട്ടുകൊണ്ട് വരുന്ന ഒരു കാഴ്ച. അപ്പോൾ അന്ന് ഇവിടെ ഓൺലൈൻ സർവീസ് നടക്കുകയാണ്. ഞാൻ സ്വപ്നം കണ്ട അന്ന് വൈകിട്ട് ഇവിടെ മീറ്റിംഗ് ഉണ്ട്, ഫാസ്റ്റിംഗ് പ്രയറാണ്. സണ്ണി പാസ്റ്റർ അന്ന് എല്ലാവർക്കും ഒന്നും പുറത്തിറങ്ങാൻ പറ്റുന്ന സമയമല്ല. പുള്ളി അന്ന് ബൈക്കുമായിട്ട് ഇവിടെ വന്ന് എൻ്റെ കയ്യിൽ കൃത്യമായി അന്ന് ഒരു എൻവലപ്പ് കൊണ്ടുവന്ന് തന്നു. എൻ്റെ പെரிய മക്കളെ, അതൊരു എൻകൗണ്ടർ ആയിരുന്നു. അതിനുശേഷം ഈ നമ്മുടെ ചർച്ചിനുണ്ടായ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ഈ നമ്മുടെ തോമസ് സാറ് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ആളാണ്. വാചകമടി വളരെ കുറവാണ്, പ്രവൃത്തിയാണ് കൂടുതൽ. മനസ്സിലാവുന്നുണ്ടോ? തോമസ് സാർ എന്നാലും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, കോവിഡ് കാലം എന്തായാലും അടിപൊളിയായിരുന്നു. അതെ, ആരും മിണ്ടുന്നില്ലല്ലോ. സാർ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അതുപോലത്തെ ഒരു സംഭവം ഈ കോവിഡ് ഇനിയും വരാനല്ല പറഞ്ഞത്. ചർച്ചിന് ആ സമയത്തുണ്ടായ പോലത്തെ ഒരു ഫ്ലറിഷിംഗ്, ഒരു ബ്ലെസ്സിംഗ്. ഒരുത്തന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സമയത്ത് ചർച്ചിന് ലാൻഡ് മേടിച്ചു. ദൈവം വഴികളെ തുറന്നു, എല്ലാ കടവും വീട്ടി. എന്നിട്ട് എന്നോട് സാമചാരൻ തോമസ് സാറും ചോദിച്ചൊരു കാര്യമുണ്ട്. പാസ്റ്ററിന്റെ ഓർമ്മയിൽ ഇനി ആർക്കെങ്കിലും എവിടെയെങ്കിലും വല്ല ചാനലുകാർക്കോ അഡ്വർടൈസ്മെന്റ് കമ്പനിക്കോ എവിടെങ്കിലും പത്രത്തിൽ TV പ്രോഗ്രാമിന്റെ ഇത് വാർത്ത ഇട്ടതിനോ കൺവെൻഷൻ നടത്തിയതിനോ പന്തലുകാർക്കോ പാസ്റ്റർ ഇനി ആർക്കെങ്കിലും നമുക്ക് കാശ് കൊടുക്കാനുണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നൊരു കാലം. ഒന്നും മനസ്സിലായില്ലല്ലേ? ഒരൊറ്റ ഡ്രീമിലൂടെ ഒരു പ്രോസ്പെരിറ്റി എൻ്റർ ചെയ്തതാണ്. ആമേൻ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഡ്രീമിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ നിങ്ങളോട് ഞാൻ ദൈവാലോചന പറയുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ ഒരു പോർഷൻ എപ്പോഴെങ്കിലും നിന്റെ മേളിൽ വന്നിരിക്കും. അതൊരു ഡിവൈൻ കണക്ഷനാണ്. ഡ്രീംസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇതും പറഞ്ഞുകൊണ്ടിരുന്നാൽ ലോർഡ്സ് ടേബിൾ നടക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഓസ്ട്രേലിയയിലെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് വൈകിട്ട് ട്രാവൽ ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ.
2, ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് എന്നാ പാസ്റ്റർ ചൊവ്വാഴ്ച എത്തുമോ? വരുന്ന ചൊവ്വാഴ്ച വരും. അന്ന് രാത്രി ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് അന്ന് രാത്രി തന്നെ വീണ്ടും നൈജീരിയക്ക് പോവുകയാണ്. അന്ന് രാത്രി പ്രാർത്ഥിക്കണം. ഓസ്ട്രേലിയ ഒരു ഭൂഖണ്ഡമാണ്, നൈജീരിയ വേറൊരു ഭൂഖണ്ഡമാണ്. ഇത് പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിലോട്ടുള്ള ഓട്ടമല്ല, ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്കുള്ള ഓട്ടമാണ്. ഈ അഭിഷേകം എൻ്റെ ഒപ്പം നിൽക്കുന്ന പലരിലും വന്ന് വീണിരിക്കും. അത് നിങ്ങളിൽ പലരെയും കർത്താവ് അതിശക്തമായിട്ട് ഉപയോഗിച്ചിരിക്കും. ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ജിജി പാസ്റ്റർ ഒന്ന് ലീഡ് ചെയ്ത പ്രാർത്ഥന. ഐ നീഡ് ദ വാല്യുബിൾ പ്രേയേഴ്സ് ടുഡേ. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തിന് യാത്രയാകുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അഭിഷേകത്തിനോട് കൂടെ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്ന സമയം മുതൽ ദൈവത്തിന്റെ വലിയ സംരക്ഷണം, ദൈവത്തിന്റെ വലിയ കരുതൽ നിന്റെ മകനോട് കൂടി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവവചനവുമായി നിന്റെ മകൻ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം അസാധാരണമായ ദൈവ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ഇതുവരെ ഓസ്ട്രേലിയ കണ്ടിട്ടില്ലാത്ത വലിയ ദൈവ പ്രവൃത്തികൾ അവിടെ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് യാത്രമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അഭിഷേക കർത്താവേ, ആ രാജ്യത്ത് കാലുകുത്തുമ്പോൾ വലിയ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുക ദൈവസഭയ്ക്ക് അത് വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി പരിശുദ്ധാത്മാവ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ യാത്രകളെ എല്ലാം അങ്ങനെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കാലാവസ്ഥയുടെ മറ്റ് യാതൊരു പ്രശ്നവും ഉണ്ടാകാതോണം യേശുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ അഭിഷേകത്തിനെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങൾ സഭയായി ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ അഭിഷേകത്തിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ അയക്കുന്ന കർത്താവേ, അവിടെ നടക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷം സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നിന്റെ മകനെ ഞങ്ങൾ മടക്കി വിളിക്കുന്നപ്പ പ്രാർത്ഥന കരുതനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സെയിം ടൈം പാസ്റ്റർ ജിജിയും എന്നോടൊപ്പം നൈജീരിയൻ ട്രിപ്പിൽ ഉണ്ടാവും. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. നമ്മുടെ പെസഹ മുതൽ ഈസ്റ്റർ വരെയുള്ള മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം, ഇതൊരു റിവൈവലാണ്. ഇത് ദൈവം അയച്ച ഒരു അസാധാരണ ഉണർവാണ്. ഈ ഉണർവിനകത്ത് വന്നിരിക്കുന്ന എല്ലാവരും പല സ്ഥലങ്ങളുടെ ഉണർവിന്റെ ഭാഗമായി മാറി. ഡിഫറെന്റ്, വെരി ഡിഫറെന്റ് പ്ലേസസ്. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഞാൻ കഴിഞ്ഞ 2 ദിവസമായി ഈ തിരുമേശയുടെ ശുശ്രൂഷയ്ക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ ചില വെളിപ്പാടുകൾ ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് സംസാരിപ്പാനിടയായി. ഞാൻ സഭയോട് ഓൺലൈനിൽ ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവരുടെ ഒരു വാക്യം, ഒരു വേദഭാഗം, ഒരു ചാപ്റ്റർ എടുക്കാൻ ആവശ്യപ്പെടുന്നു. അത് ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായമാണ്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ ഏകദേശം ഒരു 10 വാക്യത്തോളം എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് വായിക്കണം. നമ്മളൊരു ഭാഗം വായിക്കുകയാണ്, ഒരു സംഭവം വായിക്കുകയാണ്. അതുകൊണ്ട് ഒരു വാക്യം വായിച്ച് എനിക്ക് നിർത്താൻ പറ്റുകയില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 വേർഡ്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം. ലൂക്കോസ് 22:1 മുതൽ. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. എന്നാൽ പന്തിരുടെ കൂട്ടത്തിലുള്ള ഇസ്കറിയോത്ത യൂദയിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാം എന്ന് പറഞ്ഞൊത്തു. അവൻ വാക്ക് കൊടുത്തു. പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുക്കുവാൻ തക്കം അന്വേഷിച്ചു പോന്നു. പെസഹ കുഞ്ഞാടിനെ അർക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിക്കുവാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുവാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുവീൻ. അവൻ വിരിച്ചൊരുക്കി ഒരു വൻ മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. സുവിശേഷം 22-ാം അധ്യായം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡകളുടെ, സഹനങ്ങളുടെ, വേദനകളുടെ ആഴമേറിയ ഒരു വിവരണമാണ്. അതിൽ വ്യാഴാഴ്ച ദിവസം നടന്ന, പെസഹ ദിനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ വ്യാഴാഴ്ച ദിനം നടന്ന ചില സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ നിങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ലൂക്കോസ് 22-1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ പിടിക്കാൻ വേണ്ടി
അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന വലിയൊരു ഗൂഢാലോചന നമുക്ക് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. 7 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ മേശ അന്ത്യത്താഴം നമുക്ക് കാണാം. അതിൽ 24 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ, ലൂക്കോസ് 22-ന്റെ 24 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ എന്ന വലിയ തർക്കം നടക്കുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം നടക്കുന്നത് ഒരൊറ്റ ദിവസമാണ്. ലൂക്കോസ് 22-ന്റെ 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന അതിശ്രദ്ധേയമായ അതിശക്തമായ പ്രാർത്ഥന നിങ്ങൾക്ക് കാണാം. 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിനെ പടയാളികൾ, പട്ടാളക്കാർ പിടിക്കുവാനായി ഇറങ്ങി വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. അങ്ങനെ യേശുവിനെ പിടിക്കുവാനുള്ള ഗൂഢാലോചന അന്ന് രാത്രിയിൽ നടക്കുന്നു. അന്ത്യത്താഴം അന്ന് രാത്രിയിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ എന്ന തർക്കം ശിഷ്യന്മാരുടെ ഇടയിൽ നടക്കുന്നു. ഇതിൻ്റെ എല്ലാം മധ്യയിൽ ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ചോരത്തുള്ളികൾ, വിയർപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന പോലെ ചോരത്തുള്ളികൾ പൊടിഞ്ഞുകൊണ്ട് മാനവകുലത്തിൻ്റെ, എൻ്റെ, നിങ്ങളുടെ, നമ്മുടെ പാപവും ശാപവും രോഗവും എല്ലാം വഹിച്ചുകൊണ്ട് വ്യഥ അനുഭവിക്കുന്ന വ്യഥയുടെ ഗെത്സമനയിലെ പ്രാർത്ഥന നമുക്ക് കാണാം. ഇതിനെല്ലാം ഏറ്റവും ഒടുവിൽ പട്ടാളക്കാർ, പടയാളികൾ യേശുവിനെ പിടിക്കുവാൻ വരുന്നത് നമുക്ക് കാണാം. ഈ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ എന്താണ് ലൂക്കോസ് 22-നുള്ള പ്രാധാന്യത? നിങ്ങൾക്കറിയുമോ? തിരുമേശ, ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുമ്പോൾ പൗലോസ് 1 കൊരിന്ത്യർ 11-ന്റെ 26-ാമത്തെ വാക്യത്തിൽ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇന്ന് ഈ സഭായോഗത്തിലായിരിക്കുന്ന, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവമക്കളോട് ഈ തിരുമേശയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങളെ ഉറപ്പിക്കുന്നു. 1, കർത്താവിൻ്റെ മരണത്തെ ഈ മേശ ഉറപ്പിക്കുന്നു. 2, കർത്താവിൻ്റെ വരവിനെയും ഈ മേശ കാണിച്ചു തരുന്നു. യേശു നമുക്ക് വേണ്ടി മരിച്ചെന്നും യേശുവിനായി ജീവിക്കുന്ന വിശുദ്ധ സഭയെ, ജനത്തെ ചേർക്കുവാൻ യേശു മടങ്ങി വരുമെന്നും ആ ഒരൊറ്റ വാക്യത്തിൽ കാണുന്നു. 1, കർത്താവ് വരുവോളം മരണത്തെ, 1 കർത്താവ് പറഞ്ഞ് കർത്താവ് വരും, യേശു മടങ്ങി വരും. അപ്പോൾ യേശു മടങ്ങി വരും എന്ന ഒരു ദൂത് ആ വാക്യത്തിൽ കിടക്കുമ്പോൾ തന്നെ ഈ തിരുമേശ കർത്താവിൻ്റെ മരണത്തെ ഉറപ്പിക്കുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ പ്രധാനമായ ഒരു ഭാഗത്തിലേക്ക് വരികയാണ്. ഗെത്സമനയുടെ തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന ആ ഭാഗത്തിലേക്ക് ഞാൻ വരുന്നു. ലൂക്കോസ് 22-ന്റെ 39 മുതൽ 46 വരെയുള്ള ഭാഗങ്ങൾ. ലൂക്കോസ് 22, 39 മുതൽ 46 വരെ. പിന്നെ അവൻ പതുപോലെ ഒലൂമലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. അത് ഒരു പതിവായിരുന്നു. ആ പതിവ് കർത്താവ് തെറ്റിക്കലായിരുന്നു. യേശു കർത്താവ് 2 കാര്യങ്ങൾ പതിവായി ചെയ്തു. പറഞ്ഞേ, 2 കാര്യങ്ങൾ യേശു പതിവായി ചെയ്തു. 1, ബൈബിൾ പറയുന്നുണ്ട്, അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. അപ്പൊ യേശു കൃത്യമായി ചർച്ചയിൽ പോകുമായിരുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിങ്ങൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചേ. യേശു പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. അപ്പൊ കൃത്യമായി കർത്താവ് പള്ളി പോവായിരുന്നു. 2, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ പതിവ് പോലെ ഒലൂമലയ്ക്ക് പുറപ്പെട്ടു പോയി. അപ്പൊ കൃത്യമായി മിക്ക ദിവസങ്ങളിലും ഒലൂമലയിൽ പോയിരുന്ന് യേശു പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ പള്ളി പോകുന്നതും പ്രാർത്ഥിക്കുന്നതും പതിവായിരുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിങ്ങൾക്കത് പതിവായിരിക്കണം. പള്ളി പോകുന്നതും ചർച്ചിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും യേശു പതിവ് പോലെ ചെയ്തു. ആരൊക്കെയോ തല കുനിക്കുന്നു, അത് വല്ലപ്പോഴും വിശ്വാസിയാണ്. വല്ലപ്പോഴും ചർച്ചയിൽ വരുന്നവരുണ്ട്, വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനല്ല, നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം അറിയിക്കുമ്പോൾ, എനിക്കറിയാം ഈ ചർച്ചിൽ വളരെ ചൂടുള്ള സമയത്തും പെരുമഴയത്തും വിവിധ ബസ്സുകൾ കയറിയുമൊക്കെ ഒരാരാധന പോലും മുടക്കാതെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ കർത്താവ് അങ്ങനെ തന്നെയായിരുന്നു. അവൻ പതിവ് പോലെ ദേവാലയത്തിൽ പോകുന്നവനായിരുന്നു. അവൻ എല്ലാ ദിവസവും പതിവായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആ യേശുവിനെ സേവിക്കുന്നവർ കൈകളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ആമേൻ. അവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: യേശു കർത്താവ് ആ സ്ഥലത്തെത്തിയപ്പോൾ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു.
താൻ അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് കഴിയുമെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 43-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. ഇന്ന് പകൽ ഞാൻ എൻ്റെ അധരം കൊണ്ടൊരു വാക്ക് ഡിക്ലെയർ ചെയ്യുകയാണ്. കർത്താവേ, എന്റെ കൊതിയല്ല, നിന്റെ ഹിതം മതി, എന്റെ കൊതിയല്ല, നിന്റെ ഇഷ്ടം മതി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്ന് പകൽ സ്വർഗം തന്റെ ദൂതനെ അയച്ച് അവനെ ബലപ്പെടുത്തും, അവനെ ശക്തീകരിക്കും. ഹല്ലേലൂയ. പിതാവേ, നിന്റെ പെർഫെക്റ്റ് വിൽ, നിന്റെ ഇഷ്ടം എന്നിൽ സംഭവിച്ചാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന പുത്രനെ നിങ്ങൾക്ക് കാണാം. അവിടെ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയാണ്. യേശു കർത്താവിന്റെ സബ്മിഷൻ നമുക്കിവിടെ ദർശിക്കാൻ കഴിയുന്നു. നിങ്ങൾ തിരുമേശ ഇതിൽ ഇന്ന് പങ്കെടുക്കാനിവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ടൈറ്റിൽ കൊണ്ട്, ഒരു തലക്കെട്ട് കൊണ്ട് തീരുന്ന ഒന്നല്ല. ഈ ശുശ്രൂഷ ഇവിടെ ഉണ്ടാകാൻ പുത്രന്റെ ഒരു വലിയ വിധേയത്വം ഉണ്ടായിരുന്നു. പുത്രൻ അന്ന് പിതാവിന് വിധേയപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഒരിക്കലും അവൻ അനുസരണമുള്ള പുത്രനായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ വിടുവിക്കപ്പെടുകയില്ല. ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും നടക്കുകയില്ല. കാൺമീ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ നമ്മൾ ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. നമ്മൾ ഇന്നും ജാതികളായി ദൂരസ്ഥരായി കിടന്നേനെ. എന്നാൽ മുമ്പേ ദൂരസ്ഥരായിരുന്ന നമ്മെ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം സമീപസ്ഥരാക്കി തീർത്തതിന്റെ കാരണം പുത്രന്റെ അനുസരണമാണ്, പുത്രന്റെ വിധേയത്വമാണ്, സബ്മിഷനാണ്. രണ്ടാമതായിട്ട് നമുക്കതിന്റെ 40-ാമത്തെ വാക്യത്തിൽ ഈ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ന് പറയുന്നുണ്ട്. റെസിസ്റ്റിംഗ് ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷൻസ് ഉള്ള എത്ര പേരുണ്ട് ഇവിടെ? ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്നതാ പറയുന്നത്? പ്രലോഭനം. ഇങ്ങനെ പലതും ഇങ്ങനെ കാണാൻ, കേൾക്കാൻ, പറയാൻ, പെട്ടെന്ന് ഇങ്ങനെ ഒരു ദേഷ്യമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന പോലെ. ആരുമില്ലേ? ടെംപ്റ്റേഷൻ ഇതിനകത്തിരിക്കുന്ന ആർക്കും ഇല്ലെങ്കിൽ വി ആർ ഇൻ ഹെവൻ. സ്വർഗത്തിൽ മാത്രം ഇല്ലാത്തൊരു കാര്യമാണിത്. പ്രലോഭനം അവിടെ ഇല്ല, ഒരു ടെംപ്റ്റേഷനും അവിടെ ഇല്ല. ഹല്ലേലൂയ. നമ്മൾ ചില ആളുകൾ പറയാറുണ്ട്, മരിച്ചുപോയ എൻ്റെ കുഞ്ഞന്നാമ്മയെ ഞാൻ നിത്യതയിൽ ചെന്ന് കാണും, അവളെ എവിടെ ചെന്ന് ഓടിച്ചെന്ന് ഞാൻ അവളെ വാരിപ്പുണരും. കുഞ്ഞന്നാമ്മയെ സ്വർഗത്തിൽ ചെന്ന്. ആരും മിണ്ടുന്നില്ലല്ലോ. സ്വർഗത്തിലെത്തിയാൽ നീ പിന്നെ അവിടെ ഭാര്യയല്ല, നീ പിന്നെ അവിടെ ഭർത്താവല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എങ്ങനെയാ അത് വിവരിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. സ്വർഗത്തിൽ ചെന്നാൽ അത് സ്വർഗീയമാണ്, അത് ഹോളിയാണ്, അത് ഹോളിനെസ് ആണ്, അത് വിശുദ്ധിയാണ്, അത് പരിശുദ്ധിയാണ്. ഇവിടുത്തെ 1000 സൻവത്സരം അവിടുത്തെ ഒരു ദിവസമാണ്. കൈയടിച്ച് കർത്താവിന്, ഇവിടുത്തെ 1000 വർഷം അവിടുത്തെ ഒരു ദിവസമാണ്. ചേർന്ന് രാമേൻ പറയാമോ? ഹല്ലേലൂയ. ഓക്കെ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഈ ചർച്ചയിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരോടും പറയുന്നു, എല്ലാവർക്കും ടെംപ്റ്റേഷൻസ് ഉണ്ട്. ഏലിയാവിന്റെ കാലത്ത് ദൈവം ഒരു കാക്കയെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ? ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുക്കാൻ. നമുക്കറിയാം, ഏലിയാവിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കാക്ക കൃത്യമായി അപ്പവും ഇറച്ചിയും ഏലിയാവിന് തന്നെ കൊണ്ടു കൊടുത്തു. ഏതെങ്കിലും ഒരു കാക്കയുടെ കയ്യിൽ എന്തേലും ഒരു സാധനം കിട്ടിയാൽ അത് കൃത്യ സ്ഥലത്ത് എത്തുമോ? ഒന്ന് പറഞ്ഞേ. പിള്ളേരൊക്കെ പാട്ട് പാടുന്ന പിള്ളേരൊക്കെ പണ്ടത്തെ പാട്ടുണ്ടല്ലോ, നെയ്യപ്പം, അയ്യോ കാക്കേ, പോയി. പ്രൈസ് ദി ലോർഡ്. കാക്ക എന്ത് കിട്ടിയാലും അത് കൊത്തിയെടുത്തോണ്ട് പോകും. സ്തോത്രം. മുറ്റത്തെന്തെങ്കിലും ഉണക്കാനിട്ടാൽ, എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ ഇട്ടാൽ അത് കാക്ക കൊണ്ടുപോകും. ഹല്ലേലൂയ. മീൻ വെട്ടാൻ മുറ്റത്ത് കൊണ്ടുവച്ചാൽ ഇതിനകത്തിരിക്കുന്ന പല ആളുകളും കാക്കയുടെ പുറകെ ഓടിയിട്ടുണ്ട്. കൈയൊന്നും പൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പക്ഷേ ഏലിയാവിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത കാക്ക, അതിന് കൊതിയുണ്ട്. അതിന്റെ ചുണ്ടിലോട്ട് ഈ അപ്പോ ഇറച്ചിയും കയറിയപ്പം ഉറപ്പായിട്ടും അതിന്റെ ടേസ്റ്റ് അതിനടിക്കുന്നുണ്ട്. കാക്കയ്ക്ക് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി മരച്ചില്ലയിൽ വെച്ച് കൊത്തി വലിച്ച് തിന്നണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏലിയാവിന്റെ അടുക്കിലേക്ക് പോകുന്ന ഈ കാക്ക ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ആ കാക്കയ്ക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്റെ കൊതി അല്ല നടക്കേണ്ടത്, ദൈവത്തിന്റെ ഹിതമാണ് നടക്കേണ്ടത്. നിങ്ങൾക്കറിയാമോ, സ്വന്തം കൊതിക്ക് വേണ്ടി ആ കാക്ക ആ അപ്പവും ഇറച്ചിയും ഏതെങ്കിലും മരച്ചില്ലയിൽ കൊണ്ടുപോയി വെച്ച് ഏലിയാവിന്റെ അടുക്കൽ എത്തിക്കേണ്ട ഫുഡ് തന്നെത്താൻ കൊത്തി വലിച്ചു തിന്നിരുന്നെങ്കിൽ
ഈ കാക്ക ബൈബിളിൽ വരുവോ? പറ. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പാട്ട് എഴുതിയിട്ടുണ്ടോ? നിങ്ങളെ കണ്ടിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും പാട്ട് എഴുതാൻ തോന്നിയിട്ടുണ്ടോ? ആരും മിണ്ടുന്നില്ലല്ലോ. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ കാക്കയെ കുറിച്ച് എത്ര പാട്ടുണ്ടെന്നറിയാമോ? എന്തുമാത്രം പ്രസംഗം ഉണ്ടെന്നറിയാം. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകൻ എന്റെ അരികിൽ വരും, അപ്പവും ഇറച്ചീവ ജീവ ഉറവയിൻ തോടനിക്കു. ഭക്ഷണമില്ലാതെ വാടി ഉഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകൻ എന്റെ അരികിൽ വരും. കണ്ടോ? ആ കാക്കയെ കുറിച്ച് പാട്ടുണ്ടോ? ആ കാക്ക ഇപ്പൊ ബൈബിളിലുണ്ടോ? ഇത് ബൈബിളിൽ വന്നതും ഇതിന്റെ പേരിൽ പാട്ടുണ്ടായതും ദൈവത്തോട് കാണിച്ച അനുസരണമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ശരിയാണോ? അതാണ്ട് അപ്പൊ പറച്ചി എന്തോന്ന് ദൈവം, എന്തോന്ന് പരിശുദ്ധാത്മാവ്, നമുക്കിത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് തിന്നാം, എന്നിട്ട് കാന്ന് 2 വിളി വിളിച്ച് പിള്ളേരെല്ലാം വന്നേ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ചരിത്രത്തിലില്ല. പിന്നെ നീ ഒരു ചരിത്രമായി തീരുന്നത് നിന്റെ കളർ കൊണ്ടല്ല, നിന്റെ ശബ്ദം കൊണ്ടല്ല. കാക്കയുടെ കളർ എല്ലാവർക്കും ഇഷ്ടമല്ല, ശബ്ദവും എല്ലാവർക്കും ഇഷ്ടമല്ല. പക്ഷേ കളർ ഇവിടെ വിഷയമല്ല, ശബ്ദം ഇവിടെ വിഷയമല്ല. ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു ചരിത്രമാകും. ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു അനുഗ്രഹമാകും. Resisting the temptations. നിങ്ങളുടെ അകത്ത് വരുന്ന എല്ലാ ടെംപ്ടേഷനെയും നിങ്ങൾ ഈ തിരുമേശയുടെ മുമ്പിൽ ബ്രേക്ക് ചെയ്യണം. ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. എന്തെങ്കിലുമൊക്കെ ടെംപ്ടേഷൻസ് ഉണ്ടോ? ഈ എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വിട്ടതിലേക്കോ ഉപേക്ഷിച്ചതിലേക്കോ ഒക്കെ പോകാൻ തോന്നുന്നുണ്ടോ? വിട്ടുകളഞ്ഞതിലേക്ക് തിരിയാൻ തോന്നുന്നുണ്ടോ? ചില സമയങ്ങളിലൊക്കെ പതുക്കെ ഇങ്ങനെ കയറി വരുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചേ. ടെംപ്ടേഷനെ ജയിക്കാൻ യേശു പറഞ്ഞ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കുറയുമ്പോൾ ടെംപ്ടേഷൻ കൂടും. പ്രാർത്ഥന കൂടുമ്പോൾ ടെംപ്ടേഷൻ നിങ്ങളെ വിട്ടുപോകും. പ്രാർത്ഥന കുറയുമ്പോൾ പല പ്രലോഭനങ്ങളും നിങ്ങൾക്കുണ്ടാകും. പ്രാർത്ഥന വർദ്ധിക്കുമ്പോൾ പ്രലോഭനങ്ങൾ നിങ്ങളെ വിട്ടുപോകും. എല്ലാ ഈവിൾ ടെംപ്ടേഷൻസിനെയും, എല്ലാ പൈശാചിക പ്രലോഭനങ്ങളെയും, ജഡത്തിൽ ഉയരുന്ന സകല ഈവിൾ ടെംപ്ടേഷനെയും യേശുവിൻ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. നമ്പർ 1, the Gethsemane is a place of submission and resisting the temptation. 42ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, that's a place of petition. ദൈവത്തിന്റെ സന്നിധിയിൽ, അതിന്റെ 42ാം വാക്യം 22-42, കർത്താവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ തന്റെ ആവശ്യത്തെ യേശു വയ്ക്കുന്നു. 43ാം വാക്യത്തിൽ ദൂതന്മാർ ശക്തീകരിക്കുന്നു. 44ാം വാക്യത്തിൽ വിയർപ്പ് തുള്ളി പോലെ ചോര പൊടിയുന്നു. 45-46 വാക്യത്തിൽ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ഉറങ്ങുന്നത് എന്താണ്? ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഗദശമനയിലെ വിധേയത്വവും, ഗദശമനയിലെ പ്രാർത്ഥനയും, ഗദശമനയിലെ യേശു കർത്താവിന് പിതാവിന്റെ മുമ്പിലുള്ള തന്റെ ആറ്റിറ്റ്യൂഡും ഇന്ന് ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ നമുക്ക് മറക്കാൻ പറ്റുകയില്ല. കാരണം കർത്താവ് വരുവോളം തന്റെ മരണത്തെയാണ് ഇത് പ്രസ്താവിക്കുന്നത്, തന്റെ മരണത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഗത്സമന ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലും പ്രലോഭനങ്ങളുടെ ഗത്സമന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ഒറ്റപ്പെടലിന്റെ ഗത്സമന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, തിരസ്കരണത്തിന്റെ ഗത്സമനകൾ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, കൂടെ നിന്നവർ, ചേർന്ന് പ്രാർത്ഥിക്കേണ്ടവർ, ഒപ്പം നിൽക്കേണ്ടവർ പോലും നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന ഒറ്റപ്പെടലിന്റെ ഒരു ഗത്സമന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ഈ ഗത്സമന കൊണ്ടോ ഈ ക്രൂശീകരണം കൊണ്ടോ ഖബറിൽ കല്ലറയിലുള്ള അടക്കം കൊണ്ടോ നിന്റെ മേലുള്ള ദൈവിക പദ്ധതികൾ അവസാനിക്കുന്നതല്ല. ഈ ഗത്സമനയ്ക്കപ്പുറത്ത് എനിക്കൊരു ഉയർപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് കൈകളെ അടിച്ചു കർത്താവിന് നന്ദി പറയാമോ? ഈ ഗത്സമനയ്ക്കപ്പുറത്ത്, ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ പ്രതിസന്ധികൾക്കപ്പുറത്ത്, ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ പ്രതികൂലത്തിനപ്പുറത്ത് എന്റെ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഒരു ഉയർപ്പുണ്ട്. കൈ കൊടുത്ത് പറഞ്ഞ്, ഗത്സമന കണ്ടോണ്ട് കളഞ്ഞിട്ട് പോവല്ലേ പറഞ്ഞേ. ഹല്ലേലൂയ. ഗത്സമന കണ്ടോണ്ട് കളഞ്ഞിട്ട് പോകരുത്. ഗത്സമനയിൽ പ്രാർത്ഥിച്ചവൻ, ഗത്സമനയിൽ പിറുപിറുത്തവനല്ല, ഗത്സമനയിൽ എന്നോട് ഇങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചവനല്ല, ഗത്സമനയിൽ പ്രാർത്ഥിച്ചവൻ, ഗതശമനയുടെ അനുഭവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തവൻ, ഗതശമനയിൽ വിധേയപ്പെട്ടിരുന്നവൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലോകം കാണുക അവനൊരു ഉയർപ്പുണ്ട്. ഞാനിന്ന് നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ഉയർപ്പുണ്ട്. നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു ഉയർപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ
നസ്രയനായ യേശുവിൻ നാമത്തിൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അടയപ്പെട്ട കല്ലറയല്ല, ചുമക്കപ്പെട്ട ക്രൂശല്ല, വീണ് കിടക്കുന്ന ഗത്സമനയല്ല. ആമേൻ. ദൈവത്തിന്റെ മേഘം ഇറങ്ങി വന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ഗത്സമനയിൽ കളഞ്ഞിട്ട് പോകരുത്. പെസഹായുടെ സെലിബ്രേഷന് ശേഷം ഗതശമനയുടെ വ്യഥകളിൽ ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ, ഗതശമനയിൽ നിന്ന് ക്രൂശീകരണത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട പുത്രൻ, ആ സമയങ്ങളിൽ ഒരിക്കലും താൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. താൻ ഒരു കാര്യം പിതാവിനോട് പറഞ്ഞു, പിതാവേ, എന്റെ ഇഷ്ടം അല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ. എന്റെ ഇഷ്ടത്തിന് ഞാൻ നിന്നാൽ അതിനൊരു പരിധിയുണ്ട്, എന്റെ ഇഷ്ടം നടപ്പായാൽ അതിനൊരു പരിമിതിയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ സംഭവിച്ചാൽ അതിന് പരിധി കാണുകയില്ല, അതിന് പരിമിതി കാണുകയില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പറയുന്നു, കർത്താവേ, എന്റെ ജീവിതത്തിൽ നിന്റെ ഹിതം നടന്നാ മതി എന്ന് പ്രാർത്ഥിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. അവരോട് ഞാൻ ഇങ്ങനെ പ്രവചിക്കുന്നു, പരിധികളില്ലാതെ, പരിമിതികളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ എന്റെ ദൈവത്തിന് നിന്നെ ഉയർത്താൻ മാനിക്കാൻ കഴിയും. In the name of Jesus. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിന്ന പുത്രൻ, നിങ്ങൾക്കറിയാമോ, തമ്പുരാന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ. എല്ലാരും കളിയാക്കി, എല്ലാരും പരിഹസിച്ചു, എല്ലാരും പുച്ഛിച്ചു, എല്ലാരും ഒറ്റപ്പെടുത്തി. പരിഹാസം കേൾക്കുന്നവർ ഇന്ന് ഈ ആലയത്തിൽ ഇരിപ്പുണ്ടോ? ഒറ്റപ്പെടുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? എല്ലാവരും പരിഹസിച്ചു, എല്ലാവരും തലകുലുക്കി ചിരിച്ചു, എല്ലാവരും തുപ്പാൻ പറ്റുന്നവനെല്ലാം തുപ്പി, അടിക്കാൻ പറ്റുന്നവനെല്ലാം അടിച്ചു, ചീത്ത പറയാൻ പറ്റുന്നവനെല്ലാം ചീത്ത പറഞ്ഞു, വഴിയെ പോകുന്നവൻ വരെ കളിയാക്കി. പക്ഷെ നീ കളിയാക്കിക്കോ, നീ പരിഹസിച്ചോ, നീ പരിഹസിച്ചതിനും നീ കളിയാക്കിയതിനും അപ്പുറത്ത് എന്റെ മേൽ കിടക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം എന്നിൽ നിവർത്തിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, യേശു ജനിച്ചതും രാജാവായിട്ടാ, യേശു മരിച്ചതും രാജാവായിട്ടാ, ഇന്നും അവൻ രാജാവാ, ഇനി അവൻ വരാൻ പോകുന്നതും രാജാതിരാജാവായിട്ടാ. അപ്പോ നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്റർ, യേശു ക്രൂശിൽ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ രാജാവിനെ പോലെ അല്ലല്ലോ നമുക്ക് തോന്നുന്നേ, കണ്ട സങ്കടം തോന്നുകയല്ലേ, സങ്കടം തോന്നുകയല്ലേ? ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, അന്നൊരു സംഭവം ഉണ്ടായി. ആ സംഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിലാണ്. ഈ തിരുമേശയുടെ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ എനിക്ക് ചിലരോട് അതിൽ നിന്നൊരു ദൈവാലോചന അറിയിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് കയറുന്നത്. ഈ 19:19 മുതൽ ഒന്ന് വായിച്ചേ. എല്ലാവരും പറഞ്ഞേ, 19:19 മുതൽ. യോഹന്നാൻ 19:19 മുതൽ വായിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി, എന്നിട്ട് അത് ക്രൂശിന്റെ മേളിൽ പതിപ്പിച്ചു. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് അതിനകത്ത് എഴുതി. ജീസസ് ഓഫ് നസറേത്ത്, ദ കിങ് ഓഫ് ദ ജ്യൂസ്. ഉടനെ എന്നാ അവിടെ സംഭവിച്ചെന്നറിയോ? 20-ാമത്തെ വാക്യത്തിൽ യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതി വെച്ചു. എന്നെ കേൾക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഈ ബോർഡ് കർത്താവിന്റെ ക്രൂശിന്റെ മുകളിൽ യഹൂദന്മാരുടെ രാജാവ്, ഈസ് ദ കിങ്, ഇവൻ രാജാവാണ് എന്ന് എഴുതി വെച്ച ബോർഡ് ഒന്നാമതായി 3 ഭാഷയിൽ എഴുതി. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഷകളിൽ ഈ ബോർഡ് എഴുതി. 2, ഇതൊരു പട്ടണമായിരുന്നു, ഈ വഴി പോകുന്നവർക്കെല്ലാം ഈ ബോർഡ് വായിക്കായിരുന്നു. ഉടനെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ യഹൂദന്മാരും മഹാപുരോഹിതന്മാരും പീലാത്തോസിനോട് വന്ന് പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവെന്നല്ല, ഞാൻ യഹൂദന്റെ രാജാവെന്ന് അവൻ പറഞ്ഞുകൊണ്ട് നടന്നവനാ എന്നാ എഴുതണ്ടിയെന്ന് പറഞ്ഞു. പിടി കിട്ടിയില്ല. ബോർഡിനകത്ത് എഴുതേണ്ടത് യഹൂദന്റെ രാജാവെന്നല്ല. എന്താ പീലാത്തോസെ നിങ്ങൾ കാണിച്ചേ? ഇവൻ യഹൂദന്മാരുടെ രാജാവാണ് എന്നിവൻ പറഞ്ഞുകൊണ്ട് നടന്നവനാ എന്ന് കളിയാക്കി എഴുതാനല്ലേ പറഞ്ഞേ. ഇങ്ങനെ ബോർഡ് എഴുതി വെക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചോ? ഉടനെ പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി, ഇനി അത് മാറ്റാൻ പറ്റൂല. കാരണം പീലാത്തോസെ, നിന്നെ കൊണ്ട് ഇത് എഴുതിച്ചത് നിന്നിലുള്ളവനല്ല, നിന്നെ കൊണ്ട് ഇത് എഴുതിച്ചത് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇവൻ പരാജിതനാണ്, ഇവൻ തകർന്നവനാണ്, ആമേൻ, ഇവൻ സകലതും നഷ്ടപ്പെട്ടവനാണ്, ഇവൻ ക്രിമിനലാണ് എന്ന് വിധിച്ച സമൂഹത്തിന്റെ നടുവിൽ 3 ഭാഷയിൽ ഒരുത്തനെ കൊണ്ട് ദൈവം എഴുതി വെപ്പിച്ചു. ദൈവത്തിന്റെ സൽമോനെ സൗണ്ട്, ദൈവത്തിന്റെ പ്രവാചകൻ എന്ന നിലയിൽ, ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, വിവിധ ഭാഷക്കാർ, വിവിധ രാജ്യക്കാർ, വിവിധ ദേശക്കാർ നിന്റെ മേളിൽ കിടക്കുന്ന അഭിഷേകം എന്നാണ് തിരിച്ചറിയും. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, ഇത് വിശ്വസിക്കുന്നവരോടുള്ള ദൂതാണ്. പീലാത്തോസ് ഇത് എഴുതി എന്ന് പറഞ്ഞില്ലേ? ഇത് പീലാത്തോസ് എഴുതിയതല്ല, ഇത് പീലാത്തോസിനെ കൊണ്ട് സ്വർഗ്ഗം എഴുതിച്ചതാ. ഇനി ഞാനൊരു കാര്യം ആത്മാവിൽ നിങ്ങളോട് സംസാരിക്കുക. തമ്പുരാൻ ഒരു കാര്യം എഴുതിച്ചാൽ പിന്നെ ഒരു പീലാത്തോസിനും അത് മാറ്റാൻ പറ്റുകയില്ല. നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ചിലത് എഴുതി വെച്ചെങ്കിൽ, നിന്റെ കുടുംബത്തിന് വേണ്ടി സ്വർഗം ചിലത് എഴുതി വെച്ചെങ്കിൽ, അതിനെ മായ്ക്കാൻ ഭരണാധികാരികൾക്ക് കഴിയില്ല, അതിനെ മായ്ക്കാൻ ശത്രുക്കൾക്ക് കഴിയില്ല, അതിനെ മായ്ക്കാൻ അസൂയക്കാരന് കഴിയില്ല, അതിനെ മായ്ക്കാൻ നിനക്ക് വിരോധമായി ഒരു സൈന്യം വന്നാലും സാധ്യല്ല. ചിലര് പറയാറുണ്ട് അവന്റെ തലയിലെടുത്ത് മാറിയെന്ന്. കേട്ടിട്ടുണ്ടോ അങ്ങനെ പറയുന്നേ? അവന്റെ തലയിലെടുത്ത് മാറിയെന്ന് ചിലര് പറയും. ശരിക്കും പറഞ്ഞാൽ ഒരുത്തൻ ക്രിസ്തുവിലാകുമ്പോ അവന്റെ തലയിലെടുത്തല്ല മാറുന്നേ, അവന് വേണ്ടി സ്വർഗം അവൻ ജനിക്കുന്നതിന് മുൻപേ എഴുതി വെച്ചത്. നിനക്ക് വേണ്ടി ദൈവം നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വേറൊരുത്തൻ വന്നൊരു ചെമ്പ് തകിടിനകത്ത് എന്തേലും എഴുതി വെച്ചാൽ അതൊന്നും നടക്കുന്ന പരിപാടിയല്ലേ. അതെല്ലാം ക്യാൻസൽഡ് ആണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അതെല്ലാം ക്യാൻസൽഡ് ആണ്. സ്വർഗം എഴുതിയതാണ്. അറബിയിൽ എഴുതിയ ഒരു തകിട് കിട്ടി വീട്ടിൽ നിന്ന്, ഉറുദുവിൽ എഴുതിയ ഒരു തകിടും കൂടും കിട്ടി കുപ്പിക്കകത്തു നിന്ന്. എന്റെ വീടിന്റെ ചുവരിൽ ആരോ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എഴുത്. പക്ഷേ നീ എഴുതിയതല്ല നടക്കാൻ പോകുന്നേ. സ്വർഗം എഴുതിയതല്ലേ. I cancel all the witchcraft in the name of Jesus. ഇരുപത്തൊന്നാം വാക്യത്തിൽ പീലാത്തോസിനോട് ഒരു സമൂഹം, പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള സമൂഹം എന്ന് പറയുകയാണ്, എന്റെ പൊന്നു സാറേ, ഈ ക്രൂശിന്റെ മേളിൽ ഈസ് എ കിങ് ഓഫ് കിങ്സ്, അല്ലെങ്കിൽ ഈസ് എ കിങ് ഓഫ് ജ്യൂസ്, ഈസ് എ കിങ്, ഇവൻ രാജാവ് എന്നല്ല എഴുതി വെക്കേണ്ടത്. ഞാൻ രാജാവാണ് എന്നിവൻ പറഞ്ഞുകൊണ്ട് നടന്നതാ. ഇപ്പൊ കണ്ടില്ലേ അവന്റെ അവസ്ഥ? എന്നാണ് എഴുതി വെക്കേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റിയില്ല സാറേ. എന്നാ പിന്നെ മായ്ക്ക്. അയ്യോ, അതെനിക്ക് ഇനി മായ്ക്കാനും പറ്റിയില്ല, ഞാൻ എഴുതിയതാന്ന് പറഞ്ഞു. നിന്റെ പ്രാർത്ഥനാ ഡയറിയിൽ നിനക്ക് വേണ്ടുന്ന നന്മയും വിടുതലും നീ എഴുതി വെച്ചിരിക്കുന്നതിനേക്കാൾ അധികം സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ ആമീൻ പറയാൻ തയ്യാറാകൂ. എന്തിനാണെന്നറിയോ? നിന്നെ പരസ്യമായി കളിയാക്കിയവർ, നിന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞവർ, മറ്റാർക്കും മായ്ക്കാൻ കഴിയാത്ത നിലയിൽ നീ ആരാന്നുള്ള ബോർഡ് കാണണം. നീ ആരാന്നുള്ള ബോർഡ് ദൈവാത്മാ പറയുന്നു, സഭയോട് ദൈവം അത് കാണിക്കും. ആത്മാവിൽ ആരാധിച്ചോ, പ്രാർത്ഥിച്ചോ, സ്വീകരിച്ചോ.
നിന്നെ പരസ്യമായി കളിയാക്കിയവരുടെ മുൻപിൽ ദൈവം നിന്നെ പരസ്യമായി മാനിക്കും. ഓൺലൈനിൽ എന്നെ കാണുന്നവരോട് പറയുന്നു, നിന്നെ ചവിട്ടിത്തേച്ച, എതിർത്ത, പുച്ഛിച്ച, പരസ്യമായി കളിയാക്കിയ, നിന്നെ എഴുതി തള്ളിയവരുടെ മുൻപിൽ എന്റെ ദൈവം നിന്നെ പരസ്യമായി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ, ഒരു ഭാഷയിലല്ല, രണ്ട് ഭാഷയിലല്ല, വിവിധ ഭാഷക്കാരുടെ നടുവിൽ സാറേ, എന്നാ ഇത് എബ്രായ ഭാഷ മാത്രം എഴുതിയാ പോലെന്നോ? ഇത് യവന ഭാഷയിലും എബ്രായ ഭാഷയിലും അരാമ്യ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലൂടെ എഴുതി വെക്കണമായിരുന്നു. അന്ന് ആ പട്ടണത്തിൽ ഈ 3 ഭാഷക്കാരെ ഉള്ളൂ. യവനക്കാരും എബ്രായക്കാരും റോമൻകാരും, ഇവരാണ് ആ പട്ടണം മുഴുവനുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരുത്തനും തെറ്റരുത്, എല്ലാവരും അറിയണം. ഒരുത്തന് പോലും ഒഴിവില്ലാതെ ഞാൻ പ്രവചിക്കുന്നു, നിന്നെ എതിർത്ത ഒരുത്തന് പോലും ഒഴിവില്ലാതെ നീ ആരാന്ന് ദൈവം കാണിക്കും. I am releasing this. ഒരുത്തന് പോലും ഒഴിവില്ലാതെ എന്റെ ദൈവം നീ ആരാന്ന് കാണിക്കും. ഓക്കെ, അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട്, സ്വർഗം എഴുതിയാൽ ആർക്കും വായിക്കാൻ പറ്റുകയില്ല. സ്വർഗം എഴുതിയാൽ ആർക്കും വായിക്കാൻ പറ്റുകയില്ല. അവനൊരു പണി കൊടുക്കണമെന്നൊക്കെ റെക്കമെൻഡേഷൻ ഒക്കെ വരും, വട്ടമൊക്കെ കൂടും. ഒന്നും നടക്കില്ലേ? ജനിക്കാനുള്ളവൻ ജനിച്ചിരിക്കും, പ്രവർത്തിക്കാനുള്ളവൻ പ്രവർത്തിച്ചിരിക്കും, വളരാനുള്ളവൻ വളരേണ്ട പട്ടണത്തിൽ വളർന്നിരിക്കും, ക്രൂശിൽ മരിക്കാനുള്ളവൻ ക്രൂശിൽ മരിച്ചിരിക്കും, മന്ത്രിയുടെ കല്ലറയിൽ അടക്കപ്പെടാനുള്ളവൻ മന്ത്രിയുടെ കല്ലറയിൽ തന്നെ അടക്കപ്പെട്ടിരിക്കും, ഉയർക്കാനുള്ളവൻ ഉയർത്തിരിക്കും, സ്വർഗാരോഹണം ചെയ്യാനുള്ളവൻ സ്വർഗാരോഹണം ചെയ്തിരിക്കും, മടങ്ങി വരാനുള്ളവൻ വന്നിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് കയറാൻ ഒരുത്തനും പറ്റുകയില്ലേ? ഇത് ദൈവത്തിന്റെ സംവിധാനമാണ്. തിരുവത്താഴ ശുശ്രൂഷ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണല്ലോ. തിരിച്ചു വരാം. എന്തിനു വേണ്ടിയാണ് ഈ രാജാവ് ക്രൂശിതനായത്? എന്തിനു വേണ്ടിയാണ് ഈ ദൂതന്മാരുടെ ആരാധനയിൽ ഇരുന്നവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? എന്തിനു വേണ്ടിയാണ് എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചത്? 2 കൊരിന്ത്യർ 5:14-15. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവരിനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആ വാക്ക് എല്ലാവരും കൂടെ ഒന്ന് പറയാമോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. പുറകിൽ നിങ്ങൾ TV നോക്കിക്കോ, അങ്ങനെ ഒരു വാക്യം ഉണ്ടോ എന്ന് ആദ്യം നോക്കിക്കോ. ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ഇനി ആ കൈ നെഞ്ചത്തോട്ട് വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി യേശു മരിച്ചു. ഹല്ലേലൂയ. അവിടെ പേരൊന്നും എഴുതിയിട്ടില്ല ദൈവാസനെ, ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എന്ന് പറഞ്ഞിട്ടത് കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ള പേരൊന്നും എഴുതിയിട്ടില്ലെന്നേ. എന്തിനാ എഴുതുന്നേ? കാരണം എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരാളേ ഉള്ളൂ. ചിലര് മരിച്ചത് CPM വേണ്ടിയാണ്, ചിലത് മരിച്ചത് CPIക്ക് വേണ്ടിയാണ്, ചിലർ മരിച്ചത് UDF വേണ്ടിയാണ്, ചിലർ മരിച്ചത് BJPക്ക് വേണ്ടിയാണ്, ചിലർ മരിച്ചത് അവരുടെ പാർട്ടിക്ക് വേണ്ടിയാണ്, ചിലർ മരിച്ചത് അവരുടെ സംഘടനയ്ക്ക് വേണ്ടിയാണ്, ചിലത് ആത്മഹത്യയാണ്, ചിലത് കുലപാതകമാണ്,
ചിലത് വാർദ്ധക്യ സഹജമായ മരണമാണ്, ചിലത് ആക്സിഡന്റ് ആണ്, ചിലത് മാറാ രോഗത്താൽ ഉണ്ടായ മരണമാണ്, ചിലത് സ്വാഭാവിക മരണമാണ്. ഇങ്ങനെയുള്ള മരണേ ലോകത്തിലുള്ളൂ. പക്ഷെ എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ. അതാ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് 15-ാമത്തെ വാക്യം എൽഷദായ് ചർച്ച നോക്കിയേ. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, പറഞ്ഞേ, എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ മരണം ഒരു സാധാരണ മരണമല്ല, അതൊരു പകരമരണമാണ്. കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ തിരുമേശ ഇന്ന് കാണിക്കുന്നത് ഒരു പകരമരണത്തെയാണ്. പറഞ്ഞേ, പകരമരണം എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്ത മരണം. എനിക്ക് വേണ്ടി മരിച്ചത്. റോമർ 3:25. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി. കണ്ടോ? വാഗൊണ്ട് പറഞ്ഞ് യേശുവിന്റെ മരണം പ്രായശ്ചിത്ത മരണമാണ്. ഈ ചില ആൾക്കാർ പറയുമല്ലോ, വീട്ടിലെന്തോ ശാപമുണ്ട്, അല്ലെങ്കിൽ എന്തോ ദോഷമുണ്ട്, എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നു, നമുക്ക് ചില പ്രായശ്ചിത്തങ്ങൾ നടത്തണം. ആരും മിണ്ടുന്നില്ലല്ലോ ഇതിനകത്ത്. നമുക്ക് ചില പ്രായശ്ചിത്തങ്ങൾ നടത്തണം. എൻ്റെ ശാപം മാറാൻ, എൻ്റെ രോഗം സൗഖ്യമാകാൻ, എനിക്ക് നിത്യജീവൻ ഉണ്ടാകാൻ, ഞാൻ ദൈവത്തിൻ്റെതായി മാറാൻ, എൻ്റെ വീട്ടിൽ വിടുതൽ നടക്കാൻ, അതിനുവേണ്ടി ഇനി ഒരു കോഴിയും കുറുക്കനും ചാകണ്ട, ഒരാടും മാടും മരിക്കണ്ട, അതിനുവേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തുവാണ്. അതെന്നാ എന്നെ പ്രായശ്ചിത്ത മരണമായിരുന്നു എന്നായി പറയുന്നത്. ഇവിടെ മനുഷ്യൻ പൈസ അടിക്കാൻ വേണ്ടി, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു കോഴിയെ കൊണ്ടുവന്ന് പ്രായശ്ചിത്തം കൊടുക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാവുമോ? ഏതെങ്കിലും കോഴിയെ കണ്ടിച്ചപ്പോൾ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടോ? ആകാശം ഇരുണ്ടിട്ടുണ്ടോ? തിരശീല രണ്ടായി കീറിയിട്ടുണ്ടോ? കല്ലറ തുറന്ന് മരിച്ച വിശുദ്ധന്മാർ ഉയർത്തിട്ടുണ്ടോ? യേശു ക്രൂശിൽ യാഗമായപ്പോൾ, ആ പ്രായശ്ചിത്ത മരണം നടക്കുമ്പോൾ ഭൂമി ഇരുണ്ടു, ഭൂചലനമുണ്ടായി, ദേവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് രണ്ടായി കീറി, കല്ലറയിലുള്ള വിശുദ്ധന്മാർ ഉയർന്നു. ജീസസ്. ഇത് കുറച്ചുകൂടെ റോമർ 3:25 യേശുവിന്റെ മരണം പകരമരണമായിരുന്നെന്നും പ്രായശ്ചിത്ത മരണമായിരുന്നെന്നും വ്യക്തമാക്കി കുറച്ചുകൂടെ നല്ലോണം അത് പറഞ്ഞിരിക്കുന്നത് 1 യോഹന്നാൻ 2:1 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. 1 യോഹന്നാൻ 2:1 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. വായിച്ച പാസ്റ്റേ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. പറഞ്ഞു, യേശു എന്റെ പാപത്തിന് പ്രായശ്ചിത്ത മരണം വഹിച്ചു. ഹല്ലേലൂയ. എനിക്ക് പകരമായി ക്രിസ്തു മരിച്ചു. ഓ ജീസസ്. ഡിക്ലെയർ ഇറ്റ്, ക്ലെയിം ഇറ്റ്. എനിക്ക് പകരമായി ക്രിസ്തു അത് ചെയ്തെങ്കിൽ, ഞാൻ മരിക്കേണ്ടടുത്ത് അവൻ എനിക്കായി മരിച്ചെങ്കിൽ, എന്റെ മരണം നീങ്ങി എനിക്ക് ജയം വന്നു. പറഞ്ഞു, എന്റെ മരണം നീങ്ങി എനിക്ക് ജയം വന്നു. കർത്താവിന്റെ ദാസൻ ജി മോഹൻ പാസ്റ്റർ എനിക്ക് ഈ മൈക്ക് പിടിച്ചു തന്നാൽ, എനിക്ക് പിന്നെ ഈ മൈക്ക് പിടിക്കണം വേണം. എനിക്ക് ആ സഹോദരൻ ഈ വെള്ളം ഗ്ലാസ്സിൽ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കുടിക്കാൻ വെച്ച് തന്നാൽ, എനിക്കിനി വെള്ളം എടുക്കാൻ പോണോ? എനിക്ക് പകരമായി എന്റെ കർത്താവ് ക്രൂശിൽ മരിച്ചെങ്കിൽ, വാ കൊണ്ട് പറയണം, ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ? പാപത്തിന്റെ ശമ്പളം മരണം,
എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ജീസസ്. പക്ഷേ പ്രായശ്ചിത്ത മരണം, പകരമരണം. എബ്രായർ 2:17. എബ്രായർ 2:17. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്താൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത പുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും അവൻ തന്റെ സഹോദരന്മാരുടെ സദൃശ്യനായി തീരുവാൻ ആവശ്യമായി തീർന്നു. ചേർന്നൊരാമീൻ പറഞ്ഞു. പ്രായശ്ചിത്ത മരണം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വഹിച്ചത് ബൈബിൾ പറയുന്നവൻ വിശ്വസ്ത പുരോഹിതൻ. പറഞ്ഞു, വിശ്വസ്ത പുരോഹിതൻ. കാരണം പഴയ നിയമം വായിക്കുമ്പോൾ ഈ ആടിനെയും ഒക്കെ യാഗം കഴിക്കേണ്ടത് പുരോഹിതനാണ്. എന്നാൽ ക്രിസ്തു തന്നെ വിശ്വസ്ത പുരോഹിതനായി ഈ ഭൂമിയിലേക്ക് വന്ന ആ പുരോഹിതൻ തന്നെ നമുക്ക് വേണ്ടി യാഗമായി. എന്നിട്ട് ബൈബിൾ നമ്മളോട് പറയുന്നൊരു സത്യമുണ്ട്. ഒരിക്കലായി എന്നേക്കുമായി ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിതൻ എന്ന് പറഞ്ഞ് എന്നെ വിടുവിച്ചത് ഒരു മാസത്തേക്കല്ല, ഒരിക്കലായി എന്നേക്കുമായി. എന്നേക്കുമായി ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട, ശാപം മാറിയ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളൊന്ന് കൈകൾ അടിച്ച് കർത്താവിന് എന്നേക്കുമായി. I receive it as the everlasting blessing. It's an everlasting blessing because I am serving the everlasting Father. ഇടയ്ക്കിടയ്ക്ക് സംശയിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കരുത് എന്തെങ്കിലും ഇനി ശാപം വല്ലതും ഉണ്ടോ. കൈ കൊടുത്ത് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞു. ശരിയല്ലേ വാസു? മോനെ ശരിയാണോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുമോ ആർക്കെങ്കിലും? കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നമ്മുടെ കുറവായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കുറവായിരിക്കും. എന്തോ എൻ്റെ വീട്ടിൽ ഇനിയും എന്തൊക്കെയോ ശാപങ്ങൾ ഇനിയും മാറാനുണ്ട്. ഉണ്ടോ? ഈ ആവശ്യമില്ലാത്ത ശാപമൊന്നും വരുത്തി വെക്കാതിരുന്നാൽ മതി. ഇപ്പം ഇപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴോ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരിക്കലായി എന്നേക്കുമായി. കൈ ഉയർത്തി പറഞ്ഞ് എന്നേക്കുമായി. ലൈവിലുള്ളവർ പറഞ്ഞ് എന്നേക്കുമായി യേശുവിന്റെ രക്തം എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ദൈവിക ശാപം 3 തലമുറ മേൽ വരുമ്പോൾ ഒരിക്കലായി എന്നേക്കുമായി വിടുവിക്കപ്പെട്ടവന്റെ അനുഗ്രഹം 1000 തലമുറയുടെ മേലിലേക്ക്. 1000 തലമുറ, 1000 ജനറേഷൻ. ഓക്കെ. എന്തിനായിരുന്നു ആ പ്രായശ്ചിത്ത മരണം? കൊലോസ്യർ 2:14. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. Having cancelled out the certificate of debit consisting of decrees against us. പിശാച് നിനക്കെതിരെ എഴുതി വെച്ച നീ തോറ്റുപോയി എന്നുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കീറിക്കളഞ്ഞു. അങ്ങനെ കീറിക്കളഞ്ഞാൽ പിന്നെ എടുത്തോണ്ട് വരാം. കീറിക്കളഞ്ഞൊന്നുമില്ല, അതിനകത്ത് എഴുതിയിരുന്ന എല്ലാം മായ്ച്ചു കളഞ്ഞു. ഈ കീറിക്കളഞ്ഞത് ഒട്ടിക്കാം, മറച്ചു വെച്ചത് പിന്നെ എടുത്തോണ്ട് വരാം. ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ, പറഞ്ഞേ മറച്ചു വെച്ചത് പിന്നെ എടുത്തോണ്ട് വരാം. പക്ഷെ ഒരു സാധനം മായ്ച്ചു കളഞ്ഞാൽ പിന്നെ അത് എടുത്തോണ്ട് വരാൻ പറ്റുകയില്ല. ശാപം, രോഗം, ഒന്നുകൂടെ പറയാൻ പോവാ. ശാപം, രോഗം, കടം, ആത്മഹത്യ, തിന്മകൾ, വീഴ്ചകൾ, സകല പൈശാചിക ശക്തികൾ, നിനക്കെതിരെ എഴുതപ്പെട്ട സകല തിന്മകളും കർത്താവിന്റെ രക്തത്താലെ മായ്ച്ചു കളഞ്ഞു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഭവനങ്ങൾക്കകത്ത് ഇന്ന് പകൽ ഭയങ്കര വിടുതലുകൾ നടക്കണം. മായ്ച്ചു കളഞ്ഞു. വെള്ളി പൊന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല അവൻ എന്നെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. ഹല്ലേലൂയ. അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന എത്ര പേരുണ്ട് ഇവിടെ? Marvelous light. We are in the marvelous light. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു അത്ഭുത പ്രകാശ വലയത്തിലാണ്. പൈശാചിക ശക്തികൾക്ക് നോക്കാൻ കഴിയാത്ത നിലകളിലുള്ള the marvelous light I'm seeing in my spirit. That marvelous light is shining in you.
ആ അത്ഭുത പ്രകാശം നിന്നെ വലയം ചെയ്തിരിക്കുന്നു. സഭയെ, കുടുംബമേ, ആ അത്ഭുത പ്രകാശം നിന്റെ വീടിനെ വലയം ചെയ്തിരിക്കുന്നു. It's a marvelous light. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് 1 പത്രോസ് 1:19 പൊന്നു വെള്ളി അടിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, എല്ലാ പാരമ്പര്യ രോഗങ്ങളും. 18ാമത്തെ വാക്യം നോക്കിയേ, വ്യർത്ഥവും പിതൃപാരമ്പര്യവും. ഇത് അപ്പന്മാര് മുതലേ അവന്റെ വീട് അങ്ങനെ. അവന്റെ അമ്മയ്ക്കും പ്രശ്നമായിരുന്നു, ഇപ്പൊ അവനും പ്രശ്നമാണ്. ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബത്തിലുള്ള ഒരു രോഗമാണ്. അവരുടെ വീട്ടിലെല്ലാവർക്കും ക്യാൻസർ വരും, അവരുടെ വീട്ടിലെല്ലാവർക്കും മാനസിക പ്രശ്നം വരും. അതിങ്ങനെ പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബം ഇങ്ങനെ മുടിഞ്ഞു കിടക്കുക. പക്ഷെ ക്രിസ്തുവിലായ സഹോദര, ക്രിസ്തുവിലായ സഹോദരി, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമേ, ആ കണ്ണിക്കകത്തുനിന്ന് ദൈവം നിന്നെ പൊട്ടിച്ചെടുത്തു. You are not there. You are not there. നീ ഇപ്പോൾ അവിടെ ഇല്ല. നീ ഇപ്പോൾ ആ ഹെറിറ്റേജിനകത്തില്ല. നീ ഇപ്പോൾ ആ പാരമ്പര്യത്തിലില്ല. Because you are born again. You are the child of God. You are born again. Hallelujah. Hallelujah. Amen. Now you are in the kingdom of God. The Spirit of the Lord is dwelling in you. The hope of glory is dwelling in you. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. ഞാനിപ്പോൾ ആ പഴയ പാരമ്പര്യത്തിനകത്ത് കിടക്കുന്ന ആ രോഗക്കാരനല്ല, രോഗക്കാരി അല്ല. എന്റെ യേശുവിന്റെ രക്തം എന്നെ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേളിൽ സൗഖ്യങ്ങൾ ഉണ്ടാകുക, ചില പാരമ്പര്യ രോഗങ്ങൾ അവരെ വിട്ടുപോകുകയാണ്. The Christ is in you and you are in Christ. ക്രിസ്തു നിങ്ങളിലുണ്ട്, നിങ്ങൾ അവനിലുണ്ട്. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലമുള്ളവരാകും. ക്രിസ്തു ഇപ്പോൾ നിങ്ങളിലുണ്ട്, നിങ്ങളിപ്പോൾ അവനിലുണ്ട്. അവനും നിങ്ങളും ഒന്നാണ്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ. എന്റെ അകത്ത് ആ വേർഡ് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. Marvelous light, marvelous light. Oh, in the name of Jesus. ഈ അത്ഭുത പ്രകാശത്തെ പൊട്ടിക്കാൻ, ഇതിനകത്ത് കയറി വന്ന് അടിക്കാൻ ഞാൻ ഈ ചർച്ചിനകത്ത് മുഴുവൻ ആ വെളിച്ചം കാണുകയാണ്. Because of Jesus' death, cancel the legal demands of the law against us. All the legal demands is cancelled. Amen. Jesus. 2 വര വരച്ച് ചെക്കിനകത്ത് ക്യാൻസൽഡ് എന്ന് എഴുതിയ നീ ഇനി അത് ഏത് ബാങ്കിൽ കൊടുത്താലും മാറുകയില്ല. That check is cancelled. ഇനി അതിനകത്തുനിന്ന് 1 നയാ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. പിശാചേ, your check is cancelled. Your all legal demands is cancelled through the blood of Jesus. എന്തോ വാദിക്കുന്നേ? എന്നാ വാദിക്കാനാ? ആരാ വാദിക്കുന്നേ? എനിക്കെതിരെ വാദിക്കുന്ന ശക്തി, എനിക്കെതിരെ വാദിച്ചു നിൽക്കുന്ന പിശാചേ, എന്ത് വാദം? Your all case is cancelled. കോർട്ടിലിരിക്കുന്ന ജഡ്ജിയായ പിതാവായ ദൈവത്തോടാണോ പിശാചേ നീ ഇവന്റെ കാര്യം പറഞ്ഞ് വാദിക്കാൻ നിൽക്കുന്നേ? ജഡ്ജിയാകുന്ന പിതാവായ ദൈവം പറയും, that file is closed. That file is closed. ന്യായപ്രമാണമെന്ന കടപ്പത്രത്തെ മാറ്റി എനിക്കെതിരെ ന്യായപ്രമാണമുണ്ടാക്കിയ നിയമപരമായ ആവശ്യങ്ങളെ റദ്ദ് ചെയ്ത് എന്നെ ലോയ്ക്കകത്തുനിന്ന് ലവിനകത്ത് കൊണ്ടുവന്നു.
ഞാനിപ്പോൾ നിൽക്കുന്നത് ലോയിലല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ലവിലാണ്. ഹല്ലേലൂയ. റതബഹ റതബഹേ. നിന്റെ അയലോക്കക്കാരൻ ഇപ്പോഴും ലോയിലായിരിക്കും നിൽക്കുന്നത്. നിന്റെ അടുത്തിരിക്കുന്ന ആൾ ഇപ്പോഴും നിന്നെ ലോയിലായിരിക്കും നോക്കുന്നത്. പക്ഷെ നീ നിൽക്കുന്നത് ആ ലവിലാണ്. That love is great. The love never fails. The love never change. In the name of Jesus. That love never fails. That love never change. That is an unconditional love. That's an unconditional. എല്ലാ കുറ്റബോധത്തിന്റെ പിശാചം വിട്ടുപോട്ടെ. I am in Christ. Christ is in me. Lord, I am in you. You are in me. Be one in Christ. I am completed in Christ. I am perfect in Christ. I am a saint in Christ. Because the marvelous light is surrounding me. That marvelous light. Oh, ratabos sakatabosh. Librekete kataboko sakatahazaba. Likrandamamo seterebe kalarosa. പക്ഷേ 12:30 പോവാൻ നിന്നവനാ ഞാൻ. സത്യമായിട്ടും ഒരു 5 മിനിറ്റ് കൂടെ പ്രസംഗിക്കണോ? വചനം കേൾക്കണോ? ചൂടെടുക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ അനുവദിക്കാമെങ്കിൽ ഒരു വെളിപ്പാട് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ പോവാ. വായിച്ചാൽ മതി. റോമർ 7:9-10. ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന 10ാമത്തെ വാക്യം എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി ഞാൻ കണ്ടു. നിങ്ങൾക്കറിയാമോ, ഈ വലിയ കടമൊക്കെ മേടിച്ചാൽ ഈ കടം മേടിക്കുന്ന ആള് പ്രോമിസറി നോട്ട് കൊടുക്കും. പ്രോമിസ് ചെയ്ത ഒരു എന്ത് പറയുന്നത് ഡീഡ്, ഇത്രാം തീയതിക്കകം ഞാൻ ഈ പൈസ തരാം, അല്ലെങ്കിൽ എൻ്റെ വീടും എല്ലാം നിങ്ങൾക്ക് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേൽ നിന്ന ന്യായപ്രമാണത്തിന്റെ കടം, ലോ, ആ പ്രോമിസറി നോട്ട് പിശാച് എഴുതി വെച്ചത്, മനുഷ്യൻ എഴുതി വെച്ച ലോ യേശു കർത്താവ് വാസ്തവമായി ഡിസ്ട്രോയ് ചെയ്തു. അത് എബ്രായർ 2:14-15 എന്ന് വായിച്ച പെട്ടെന്ന്. എബ്രായർ 2:14-15. Quickly read it. Hebrew chapter 4 verse 14 and 15. Rakazata maushaz. ആകിയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. എല്ലാവരും പറഞ്ഞ യേശു എനിക്കുള്ളത് കൊണ്ട്. യേശു എനിക്കുള്ളത് കൊണ്ട് പറഞ്ഞില്ലല്ലോ എല്ലാവരും? യേശു എനിക്കുള്ളത്. ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് കർത്താവേ ഉള്ളൂ, എനിക്ക് ആരേ ഉള്ളൂ, എനിക്ക് യേശു മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട്? എനിക്ക് ദൈവം അല്ലാതെ ആരും ഇല്ല ഭാഷ. പിന്നെ കൈ കൊടുത്ത് വെച്ചേ, പിന്നെ ആരെയാ വേണ്ടെന്ന് ചോദിച്ചേ? മനസ്സിലായില്ല? Is enough for me. His grace is sufficient for me. എന്റെ കൃപ നിനക്ക് മതി. That grace is sufficient. Thank you Jesus. Thank you Holy Spirit. 15ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. ബലഹീനതകളുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. എന്തെങ്കിലുമൊക്കെ ബലഹീനതകളുള്ള, നിന്റെ ബലഹീനത നീ ആരോടും പറയരുത് കേട്ടോ. നിന്നെ ചവിട്ടി തേച്ച് നശിപ്പിച്ചു കളയും. പക്ഷെ നീ പറയാതെ തന്നെ നിന്റെ ബലഹീനതകളെ അറിയുന്ന ഒരു ദൈവം നിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ ഇത് ഓവർകം ചെയ്യാൻ നിന്നെ സഹായിക്കാം. അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നത്, കരുണ ലഭിക്കാൻ തക്ക സമയത്ത് സഹായിക്കാനുള്ള കൃപ പ്രാപിക്കാൻ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അരികിലേക്ക് ഓടിവാ. എവിടെങ്കിലും കുറവുണ്ടായോ ഓടിവാ. യേശു വിളിക്കുന്നു, നിനക്ക് എവിടെങ്കിലും വീഴ്ച ഉണ്ടായോ നീ തിരിച്ചു പോകാൻ ഓടിവാ. Come into me. ഇന്നും ഈ തിരുവത്താഴം ഇവിടെ ഇരിക്കുമ്പോൾ കുറ്റബോധത്തോടെ ഹൃദയവേദനയോടെ, അയ്യോ കർത്താവേ, ഞാൻ എങ്ങനെ തിരുമേശ എടുക്കും എന്ന ചിന്തയോടെയാണോ ഇരിക്കുന്നേ? കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട
കടന്നു വാ. കൈകൾ ഉയർത്തി. കടന്നു വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. പാപത്താൽ ലോകത്താലും കലങ്ങിടേണ്ട, കടന്നു വാ, കടന്നു വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ. അതുകൊണ്ട് കൃപ ലഭിക്കുവാൻ, തക്ക സമയത്ത് സഹായമുണ്ടാകാൻ ആ കൃപാസനത്തിനരികിലേക്ക് കടന്നു വാ. മുഴങ്കാലിരിക്കാൻ പറ്റുന്നവരൊക്കെ മുഴങ്കാലിരുന്നേ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിന്നേ. ആ കൈകളെ ഉയർത്തി പ്രാർത്ഥിച്ചേ. ഓ കടന്നു വാ. Yes, Lord. Come to this throne, the throne of grace, the throne of grace. ഈ കൃപയുടെ സിംഹാസനത്തിനരികിലേക്ക് നിന്നെ മനസ്സിലാക്കുന്ന പുരോഹിതൻ, നിനക്ക് വേണ്ടി ജീവൻ തന്ന പുരോഹിതൻ. കടന്നു വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി, നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞ ശേഷം അവർ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കും. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായി തീരും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. ഇന്ന് ഈ തിരുമേശയിൽ പങ്കെടുക്കാൻ പ്രാർത്ഥനയോടെ വന്നവർ നിൽക്കുക, ബാക്കിയുള്ളവർ ഇരിക്കുക. രണ്ടാമതായി, രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം ഞാൻ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള വിശ്വാസ സ്നാനം ഞാൻ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദയവായിട്ടിരിക്കുക. ഞാൻ സ്നാനപ്പെട്ട ആളല്ല, വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട ആളല്ല എന്നുള്ളവർ ഇരിക്കുക. അവർ വേഗത്തിൽ സ്നാനപ്പെടുവാൻ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ തിരുമേശയിൽ പങ്കെടുക്കുവാൻ തിരുവെടുത്തുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപ്പെടുത്തലുകളും മനസാക്ഷിയിൽ യാതൊരു തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളുമില്ലാതെ വിശുദ്ധിയോടെ ഈ തിരുമേശയിൽ പങ്കെടുക്കാൻ വന്നവർ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായി എഴുതിയ കൈയെടുത്ത് മായ്ക്കപ്പെട്ടതിനെന്ന് സ്തോത്രം ചെയ്യാം. ക്രിസ്തു എനിക്ക് വേണ്ടി പകരമായി മരിച്ചതിനായി, പ്രായശ്ചിത്ത മരണം കൈവരിച്ചതിനായി യേശുവിനെ ഞാൻ നന്ദി പറയുന്നു. ഈ കൂട്ടത്തിൽ രക്ഷിക്കപ്പെടാത്തവരോ സ്നാനപ്പെടാത്തവരോ ഉണ്ടെങ്കിൽ ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിച്ചതിന് ശേഷം കർത്താവിന്റെ ദാസൻ ജി മോഹൻ പാസ്റ്റർ സ്നാനത്തിനൊരു ഓട്ടർക്കോൾ തരും. അതിൽ സ്നാനപ്പെടാൻ തീരുമാനമുള്ളവർ കൈകൾ ഉയർത്തുകയും നിങ്ങളുടെ തീരുമാന ദൈവസന്നിധിയിൽ അറിയിക്കുകയും ചെയ്യണം. ഞാനിപ്പോൾ ഈ ശുശ്രൂഷ നിർവഹിക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് കണ്ണുകളടച്ച് ക്രൂശിൽ നടന്ന കൈമാറ്റത്തെ ഒന്ന് ഓർക്കാം. ക്രൂശിൽ നടന്ന കൈമാറ്റം, ക്രൂശിൽ നടന്ന കൈമാറ്റം. എനിക്ക് വിരോധവും പ്രതികൂലമായി എഴുതിയ കൈയെഴുത്തുകൾ മായ്ക്കപ്പെട്ടത്. ഗതശമനായുടെ തോട്ടം മുതൽ ഗബതയുടെ കൽത്തളം വരെയും, ഗബതയുടെ കൽത്തളം മുതൽ കാൽവറിയുടെ കുലക്കളം വരെയും എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, 2 കാര്യത്തെയാണ് ഈ തിരുമേശ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന് കർത്താവിൻ്റെ വരവിനെ, 2 കർത്താവിൻ്റെ മരണത്തെ. ഇത് രണ്ടും ഏറ്റവും ശക്തമേറിയ 2 യാഥാർത്ഥ്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഇത് രണ്ടും തമ്മിലൊരു കണക്ഷനുണ്ട്. ഈ തിരുമേശയിൽ പങ്കെടുക്കുന്നവർ
കർത്താവിൻ്റെ വരവിൽ രൂപാന്തരപ്പെടും. കാരണം ബൈബിൾ നമുക്ക് തരുന്നൊരു ഉറപ്പുണ്ട്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസന്മാർ ഏത് പാട്ടാണോ പാടാൻ ദൈവസന്നിധിയിൽ നിയോഗം ലഭിച്ചത് അത് ഉറക്കെ പാടാൻ തുടങ്ങിയാൽ സ്നേഹത്തെ ആഴമാർന്നതിൻ മഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ